ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും അടിപൊളിയായിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഞങ്ങളിപ്പോൾ ഉള്ളത് ബാംഗ്ലൂരാണ്. ഇന്ന് വൈകുന്നേരം ബാംഗ്ലൂരിൽ നിന്ന് നമ്മൾ നേരെ മൈസൂരിലേക്ക് പോവാണ്. അപ്പം നമ്മളിവിടെ അനൂപിൻ്റെ കുറച്ച് ഓഫീസ് കാര്യങ്ങൾക്കായിട്ട് വന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അനൂപിന് വേറെ ഹോട്ടലാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. ഞാൻ താമസിക്കുന്നത് വേറെ ഹോട്ടലിലുമാണ്. പക്ഷേ നൈറ്റ് അനൂപിൻ്റെ സാധനങ്ങളൊക്കെ ഇവിടെ തന്നെയാണ് വെച്ചിരിക്കുന്നത്. നൈറ്റ് നമ്മൾ രണ്ടുപേരും ഈ ഹോട്ടലിലാണ് കിടന്നതൊക്കെ. അപ്പോൾ ഇന്നത്തോടെ ഓഫീസ് കാര്യങ്ങളൊക്കെ കഴിയാണ്. അപ്പോൾ രാവിലെ തന്നെ അനൂപിൻ്റെ കാര്യങ്ങളെല്ലാം ബാഗുകളെല്ലാം പാക്ക് ചെയ്ത് അനൂപ് ബാഗും കൊണ്ട് അനൂപിൻ്റെ ഹോട്ടലിലോട്ട് പോയിട്ടുണ്ട്. അവിടെ നിന്ന് ഓഫീസ് വർക്കെല്ലാം കഴിഞ്ഞ് അനൂപ് അവിടെ ഒരു 4-4:30 ആകുമ്പോൾ റെഡിയായി നിൽക്കും. ഇവിടെ നിന്ന് ഞാൻ എൻ്റെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് നേരെ അനൂപിൻ്റെ ഹോട്ടലിലോട്ട് പോകണം. ഒരു 4:45 ആകുമ്പോൾ അങ്ങ് എത്തിയാൽ മതി. അങ്ങനെ രാവിലെ മുതൽ ഇവിടെ ഞാൻ വെറുതെ കുറേ നേരം മൊബൈൽ കണ്ടുകൊണ്ടിരുന്നു. അങ്ങനെ റീൽസൊക്കെ നോക്കി മൊബൈലൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ സമയം ഇപ്പോൾ 4 മണി കഴിഞ്ഞു. ഞാൻ റെഡി ആയിട്ടുണ്ട്. എൻ്റെ ബാഗെല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ ഇവിടെ നിന്ന് ഹോട്ടലിൽ താഴെ ഇറങ്ങിയിട്ട് ഊബർ ബുക്ക് ചെയ്യണം. ഊബർ കിട്ടാനൊക്കെ കുറച്ച് പ്രയാസമാണ്. ഇവിടുന്ന് ഒരു 2 കിലോമീറ്റർ ഉള്ളൂ അനൂപിൻ്റെ ഹോട്ടലിലേക്ക് പോകാനായിട്ട്. അപ്പോൾ ഓട്ടോയിൽ കയറി നേരെ അനൂപിൻ്റെ ഹോട്ടലിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ റൂം എടുത്തതിൻ്റെ പേയ്മെൻ്റ് എല്ലാം രാവിലെ അനൂപ് ചെയ്തിട്ടാണ് പോയത്. അപ്പോൾ അതുകൊണ്ട് എനിക്കിനി വേറെ ക്യാഷിൻ്റെ ഡീലിങ്ങോ അങ്ങനെയൊന്നുമില്ല. ഇവിടെ നിന്ന് പാക്ക് ചെയ്യുക, നേരെ താഴെ ഇറങ്ങുക, ഓട്ടോ പിടിക്കുക, നേരെ അനൂപിൻ്റെ ഹോട്ടലിലേക്ക് പോവുക, അത്രേ ഉള്ളൂ. അപ്പം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം വഴിയേ കാണാം. എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് ഒന്നുകൂടെ സ്വാഗതം. ഓക്കെ ഭയ്യ, ടാറ്റ. ചെക്കൗട്ട് ചെയ്തു. എന്നിട്ട് ഊബർ നോക്കിയിട്ട് കിട്ടുന്നില്ല കേട്ടോ, ഒരു രക്ഷയില്ല. എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഒരുപാട് ഓട്ടോ ഫ്രീ ആയിട്ടൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും അവർ പിക്കപ്പ് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ സാധാരണ ഒരു ഓട്ടോ എടുത്തു. അപ്പോൾ അതിന് 50 രൂപ മാത്രമേ ഉള്ളൂ. എന്നാൽ പിന്നെ ആ ഓട്ടോയിൽ തന്നെ പോകാമെന്ന് കരുതി. അങ്ങനെ ഞാനിപ്പോൾ ഓട്ടോയിൽ കയറി ഇവിടുന്ന് നേരെ പോകുന്നത് അനൂപിൻ്റെ ഹോട്ടലിലോട്ടാണ്. അത് ഈ ശേഷാദ്രിപുരത്ത് തന്നെയാണ്. അതായത് ഒരു 2 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. പിന്നെ ഹോട്ടലിന്റെ പേര് വന്നിട്ട് ലളിത് അശോക് ആണ്. അവിടെയാണ് കേട്ടോ പോകുന്നത്. ഇതുവഴിയൊക്കെ പോകാനൊരു പ്രത്യേക ഒരു സന്തോഷം തോന്നുന്നുണ്ട്. കാരണം എന്താണെന്നറിയാമോ, നമ്മുടെ അവിടെയൊന്നും ഇങ്ങനെ ഇത്ര അടുത്തടുത്ത് ഇത്രയും ഇതുപോലെ സ്ട്രീറ്റിലുള്ള ഒരു ബിസിനസ് ഒക്കെ വളരെ കുറവാണ്. സ്ട്രീറ്റ് ഷോപ്പിംഗ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ വളരെ കുറവാണ്. അതുപോലെ ഇത്ര അടുത്തടുത്തുള്ള വീട്, ഇതുപോലത്തെ എന്തൊക്കെയോ നമ്മളവിടെ ഉള്ള പോലെ അല്ല ഇവിടെ. അപ്പോൾ അതുകൊണ്ടൊരു പുതിയൊരു സ്ഥലത്ത് വന്നപ്പോൾ ഉള്ളൊരു പ്രത്യേക സന്തോഷമുണ്ട്. പിന്നെ മാത്രമല്ല, ഞാൻ ബാംഗ്ലൂരിൽ ഇതിപ്പോൾ 3ാമത്തെ പ്രാവശ്യമാണ് വന്നത്. കല്യാണം കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ഓഫീസിൻ്റെയൊക്കെ കാര്യമുള്ളത് കൊണ്ട് എല്ലാ വർഷവും ബാംഗ്ലൂരും ഹൈദരാബാദും നമുക്ക് പോകേണ്ടി വരും. അങ്ങനെ ഇതിപ്പോൾ 3ാമത്തെ പ്രാവശ്യമാണ് ഞാൻ ബാംഗ്ലൂർ വന്നിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഇതൊരു നമ്മുടെ ലൈഫിൻ്റെ ഒരു പാർട്ടായി മാറി ബാംഗ്ലൂർ വരിക എന്നുള്ളത്. പിന്നെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം മീറ്റ് ചെയ്തൊരു ഫ്രണ്ട് ഉണ്ടല്ലോ, ആളെ നമ്മൾ കാണിക്കാത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രൈവസി ഉണ്ടല്ലോ, അതുകൊണ്ട് ആണ് കേട്ടോ. അപ്പം ആളുള്ളത് കൊണ്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെ എല്ലാം കറങ്ങാനായിട്ട് ഭയങ്കര എളുപ്പമാണ്. നമ്മൾ ആരും ചീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ പൈസ ഓവറായിട്ട് വാങ്ങുന്ന കാര്യത്തിലോ നമുക്ക് ഓരോ സ്ഥലം അന്വേഷിച്ച് നടക്കേണ്ട കാര്യമോ അങ്ങനെയൊന്നുമില്ല. നമ്മൾ നേരത്തെ വിളിച്ച് പറഞ്ഞ ആൾ നേരത്തെ ലീവ് എടുക്കും. എന്നിട്ട് നമുക്ക് അവിടെ എല്ലായിടത്തും കറങ്ങാൻ പോയാൽ മതി. അതുകൊണ്ട് ആ ഒരു സൗകര്യം ഉള്ളത് കൊണ്ട് നമുക്ക് ബാംഗ്ലൂർ വന്നു കഴിഞ്ഞാൽ ഒരു ഭയങ്കര സന്തോഷമാണ് സത്യം പറഞ്ഞാൽ. അപ്പോൾ ഒരു ദിവസം മാത്രമേ, ഇന്നിപ്പോൾ ഞങ്ങൾ വന്നിട്ട് 3ാമത്തെ ദിവസം എന്തോ ആയി. ഒരു ദിവസം മാത്രമേ നമുക്ക് ആളെ കാണാനും പറ്റുകയുള്ളൂ. എത്താറായോ ഹോട്ടല്? ഇല്ല, ഇനി ഓണത്തിലെങ്ങാനും വരണം എന്നുള്ള പ്ലാനും ഉണ്ട്. ഞാൻ ആദ്യമായിട്ട് ബാംഗ്ലൂരിൽ വന്നപ്പോൾ ഇതുപോലെ ഒറ്റയ്ക്ക് യാത്ര ചെയ്ത് പോകാനൊക്കെ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. വഴികളൊക്കെ കാണുമ്പോൾ ഭയങ്കര കൺഫ്യൂഷൻ തോന്നും. പക്ഷെ പലതവണയായി ഇവിടെ വന്ന് ഇപ്പോൾ ഈ സ്ഥലം കുറച്ചുകൂടെ പരിചയമുള്ളതായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അത് കാരണം ഒറ്റയ്ക്ക് യാത്ര ചെയ്യാനുള്ള പേടിയൊക്കെ ഒന്ന് മാറി തുടങ്ങി. ചെറിയ ചെറിയ ദൂരമൊക്കെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാനുള്ള കോൺഫിഡൻസ് ഒക്കെ കിട്ടി. ഞാനങ്ങനെ ലളിത് അശോക് ഹോട്ടലിന്റെ ഫ്രണ്ടിലെത്തി. കേൾക്കാൻ പറ്റുമെന്ന് തോന്നില്ല, വണ്ടി പോകുന്നതിന്റെ ഹോണടിയും പിന്നെ ഇവിടെ എന്തോ ബാൻഡടി മേളമൊക്കെ നടക്കുന്നുണ്ട്. ഞാനങ്ങനെ ഹോട്ടലിന്റെ ഫ്രണ്ടിലെത്തി. അനൂപ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ അനൂപ് ഓഫീസ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഒരു ചായയൊക്കെ കുടിച്ചിട്ട് അവരുടെ ഫ്രണ്ട്സ് എല്ലാവരും ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്തിട്ട് ലഗേജൊക്കെ ആയിട്ട് ഇവിടെ വരുള്ളൂ. ഞാനെന്തായാലും അകത്ത് കയറുന്നില്ല. നമുക്ക് റിസപ്ഷൻ വരെ വേണമെങ്കിൽ പോയി ഇരിക്കാം. പക്ഷെ എന്നാലും എനിക്ക് ഈ ബാഗ് ഭയങ്കര ഹെവി ആയതുകൊണ്ട് ആ റിസപ്ഷൻ വരെ പോകാൻ തന്നെ ഒരു 2 കിലോമീറ്റർ ഉണ്ട്. ഇതും കൂടെ ചുമന്ന് പോകാൻ എനിക്ക് വയ്യ.
അതുകൊണ്ട് ഞാനിവിടെ തൽക്കാലം ഒതുങ്ങി നിൽക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇവിടെ നിൽക്കുമ്പോൾ ഒരു റിസ്ക് എന്ന് പറയുന്നത് ഇതൊരു വലിയ മരമുണ്ട് ഇതിന് ചുറ്റും, കംപ്ലീറ്റ് ഫുൾ വലിയ മരങ്ങളാണ്. അതിന് നല്ല കാക്കയും ക്ലിക്ക് ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ കാര്യത്തിൽ തീരുമാനമാവും. അപ്പം ഞാനതുകൊണ്ട് തൽക്കാലം ഇവിടെ വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. എന്തോ ബാൻഡടിയും ബഹളവും. എന്താണെന്ന് മനസ്സിലായില്ല കേട്ടോ. ഇനി ആരെങ്കിലും മരിച്ചത് കൊണ്ടുപോയതാണോ എന്നൊരു സംശയമുണ്ട്. അതൊന്നും ആയിരിക്കില്ല. അപ്പോൾ അനൂപ് വരട്ടെ, ഞാൻ എന്തായാലും ഇവിടെ വെയിറ്റ് ചെയ്യാണ്. ഇനി നമ്മൾ ഇവിടുന്ന് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകും. ഊബർ ബുക്ക് ചെയ്ത് നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകും. അനൂപ് വരട്ടെ, വന്നിട്ട് കാണാം. അനൂപ് വന്ന് എൻ്റെ ലഗേജ് അങ്ങോട്ട് കൊണ്ടുപോയി. അപ്പോൾ അവരെല്ലാവരും ഫ്രീ ആയി. എന്നാലും ഒരു ഫൈനൽ ഡിസ്കഷനൊക്കെ അവിടെ നടക്കുകയാണ്. അപ്പോൾ ഞാൻ എന്തായാലും അങ്ങ് റിസപ്ഷനിലോട്ടൊന്നും പോകുന്നില്ല. ഞാനിപ്പോൾ ഇവിടെ കുറച്ചുകൂടെ അകത്തോട്ട് കയറി വന്നു നടന്ന്. ഈ ഹോട്ടലിൻ്റെ ഈ ഒരു ഫ്രണ്ട് ഏരിയയിൽ നിൽക്കുകയാണ്, കാർ പാർക്കിങ്ങിൻ്റെ ഏരിയയിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇനി നമ്മൾ ടാക്സി ബുക്ക് ചെയ്യും. ഊബർ ടാക്സിയോ അല്ലെങ്കിൽ നോർമൽ ടാക്സി ഏതാണെന്ന് അറിഞ്ഞുകൂടാ. അതൊക്കെ അവരാണ് പ്ലാൻ ചെയ്യുന്നതെല്ലാം. ഇനിയുള്ള എല്ലാ കാര്യങ്ങളും അവർ തന്നെയാണ് പ്ലാൻ ചെയ്യുന്നത്. ഇനിയാണ് നമ്മൾ ആക്ച്വലി കറങ്ങാൻ പോകുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇത്രയും ദിവസവും ഒഫീഷ്യൽ കാര്യങ്ങൾക്ക് വേണ്ടിയായിരുന്നു ഉള്ള സമയമായിരുന്നു മുഴുവനും. ഇനി നമുക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഇനി നമ്മൾ നേരെ കറങ്ങാനാണ് പോകുന്നത് കൂടുതലും. അപ്പോൾ അനൂപ് ഇനി വരട്ടെ. ബാംഗ്ലൂർ വന്ന ദിവസം മുതൽ ഇന്ന് വരെയും അനൂപും അനൂപിൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും നല്ല പോലെ തിരക്കായിരുന്നു. ഒഫീഷ്യൽ കാര്യങ്ങൾക്കായിട്ടുള്ള കുറേ തിരക്കുകൾ അവർക്കുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഇന്നാണ് അവർ ഫ്രീ ആയത്. അതുകൊണ്ട് തന്നെ അത്ര വലിയ പ്ലാനിംഗ് ഒന്നും ഇല്ലാതെയാണ് നമ്മൾ പോകുന്നത്. എന്തൊക്കെയായാലും നമുക്ക് വഴിയേ കാണാം. അങ്ങനെ ട്രാഫിക്ക് നിന്നപ്പോൾ ബാംഗ്ലൂരുള്ള പോത്തീസ് കാണാൻ സാധിച്ചു. ഇനി നമ്മൾ നേരെ പോകുന്നത് KSR റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. ഇവിടെ നിന്നാണ് ഞങ്ങൾ മൈസൂർ പോകുന്നത്. 3 മണിക്കൂറുള്ള യാത്രയുണ്ട്. എന്നാൽ പിന്നെ ടിക്കറ്റ് എടുത്തിട്ട് വരാം. ഞങ്ങളിപ്പോൾ KSR റെയിൽവേ സ്റ്റേഷനിലാണ് നിൽക്കുന്നത്. ഇവിടെ എത്തിയപ്പോൾ എനിക്ക് ചെറുതായിട്ടൊക്കെ ഒന്ന് വിശന്ന് തുടങ്ങി. രാവിലെ പനീർ ദോശ മാത്രമേ കഴിക്കാൻ സാധിച്ചുള്ളൂ. പിന്നീട് കഴിക്കാനായിട്ടുള്ള സമയം കിട്ടിയില്ല. ഫ്രണ്ട്സ് കുറച്ച് പേര് ടിക്കറ്റ് എടുക്കാനായിട്ട് പോയിട്ടുണ്ട്. ആ സമയം നോക്കി നമുക്കൊരു കോഫി കുടിക്കാം. അങ്ങനെ കോഫിയും ലേസൊക്കെ കഴിച്ച് തൽക്കാലത്തെ വിശപ്പൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട്. നമ്മുടെ ട്രെയിൻ എത്തി. ഇനി നമ്മുടെ ലഗേജസ് എല്ലാം ഒന്ന് സേഫ് ആയിട്ട് വെക്കണം. മാത്രമല്ല നല്ല കാറ്റ് കൊണ്ട് യാത്ര ചെയ്യാനായിട്ട് സൈഡ് സീറ്റ് തന്നെ കണ്ടുപിടിക്കണം. കല്യാണത്തിന് മുന്നേ വരെ ഞാൻ ട്രെയിനിൽ യാത്ര ചെയ്തിട്ടേ ഉണ്ടായിരുന്നില്ല. കല്യാണത്തിന് ശേഷമാണ് ആദ്യമായിട്ട് ഞാൻ ട്രെയിനിലൊക്കെ യാത്ര ചെയ്ത് തുടങ്ങുന്നത്. ആദ്യമായിട്ട് ട്രെയിനിൽ യാത്ര ചെയ്തപ്പോൾ ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. പിന്നീട് ഈ യാത്രകളെല്ലാം സ്ഥിരമായപ്പോൾ ഈ എക്സൈറ്റ്മെൻ്റ് ഒക്കെ അങ്ങ് കുറഞ്ഞു തുടങ്ങി. ഒരു ദിവസം മുഴുവനും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് യാത്ര ചെയ്ത് ഈ ട്രെയിൻ യാത്രയൊക്കെ അങ്ങ് വല്ലാതെ അങ്ങ് മടുത്തു. ആദ്യമായിട്ട് ട്രെയിനിൽ യാത്ര ചെയ്ത ആ ഒരു എക്സൈറ്റ്മെൻ്റ് ഒന്നും പിന്നീടുള്ള യാത്രകളിൽ ഉണ്ടായിരുന്നില്ല. അലൈപായുധ പോലുള്ള മൂവീസിൽ മാത്രമാണ് ഞാൻ ഇതുപോലെ തിക്കും തിരക്കും നിറഞ്ഞിട്ടുള്ള ലോക്കൽ ട്രെയിനുകൾ കാണുന്നത്. നേരിട്ട് ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല, യാത്രയും ചെയ്തിട്ടില്ല. ഇതിപ്പോൾ എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ അനുഭവമാണ് ഒരു ലോക്കൽ ട്രെയിനിൽ യാത്ര ചെയ്യുന്നത്. ഇതുപോലത്തെ തിക്കും തിരക്കും ഈ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. വൈകുന്നേരം 6 മണിക്കും 9 മണിക്കും മൈസൂരിലേക്ക് പോകാനുള്ള ലോക്കൽ ട്രെയിൻ ഉണ്ട്. 9 മണിക്ക് നമ്മൾ പോകണമെന്നുണ്ടെങ്കിൽ 3 മണിക്കൂറുള്ള യാത്രയെല്ലാം കഴിഞ്ഞ് നമ്മൾ റൂമിലെത്തുമ്പോൾ ഏകദേശം 1 മണിയാവും. അത്രയും ലേറ്റ് ആവണ്ടെന്ന് കരുതിയാണ് ഞങ്ങൾ 6 മണിക്ക് തന്നെ പോകാമെന്ന് കരുതിയത്. അതുകൊണ്ട് തന്നെ ഒന്നും കാര്യമായിട്ട് കഴിക്കാനും പറ്റിയില്ല. തൽക്കാലം വിശപ്പ് അകറ്റാൻ വേണ്ടി ഒരു കോഫി കുടിച്ചെങ്കിലും പിന്നീട് ട്രെയിൻ യാത്ര തുടങ്ങിയപ്പോൾ വീണ്ടും വിശന്നു തുടങ്ങി. ഇനി എന്തായാലും മൈസൂർ എത്തിയിട്ട് എന്തെങ്കിലും കഴിക്കാനും സാധിക്കുള്ളൂ. ട്രെയിൻ യാത്ര തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ആദ്യം ട്രെയിനിലുണ്ടായിരുന്ന ആ ഒരു തിക്കും തിരക്കൊക്കെ നല്ല പോലെ ഒന്ന് മാറി. അങ്ങനെ അവസാനം സൈഡ് സീറ്റും എനിക്ക് കിട്ടി. പുറത്തുള്ള കാഴ്ചകളെല്ലാം കണ്ട് നല്ല കാറ്റും കൊണ്ടിങ്ങനെ യാത്ര ചെയ്യാനായിട്ട് നല്ല രസമുണ്ട്. ആൾക്കാരുടെ തിരക്കും കൊച്ചുകുട്ടികളുടെ കരച്ചിലും കച്ചവടക്കാരുടെ ബഹളവും എല്ലാം കേട്ട് അങ്ങനെ ഒരു 3 മണിക്കൂറോളം ഉള്ള യാത്രയെല്ലാം കഴിഞ്ഞ് നമ്മൾ അവസാനം മൈസൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി. ട്രെയിനിൽ നിന്നിറങ്ങി നമ്മൾ നേരെ ചെന്നപ്പെട്ടത് ഇത്രയും വലിയൊരു തിരക്കിനിടയിലാണ്. ഇനി നമ്മുടെ അടുത്ത ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത് ഈ തിരക്കിനിടയിലൂടെ നമ്മുടെ കയ്യിലിരിക്കുന്ന ഹെവി ലഗേജസ് എല്ലാം കൊണ്ട് റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലെത്തുക എന്നുള്ളതാണ്.
അങ്ങനെ എസ്കലേറ്റർ കണ്ടപ്പോഴാണ് ഞങ്ങൾക്ക് പകുതി ആശ്വാസമായത്. എല്ലാ ലഗേജസും കൂടെ തൂക്കി പറക്കി ഞങ്ങൾ അവസാനം മൈസൂർ റെയിൽവേ സ്റ്റേഷന്റെ ഫ്രണ്ടിലെത്തി. റൂമിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകാനായിട്ട് നമ്മുടെ ഒരു ഫ്രണ്ട് വരാം എന്നാണ് പറഞ്ഞിരുന്നത്. ആള് വരുന്നത് വരെ നമുക്ക് തൽക്കാലം ഇവിടെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മളെ എല്ലാവരെയും റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പിക്ക് ചെയ്യാനായിട്ട് നമ്മുടെ ഫ്രണ്ട് എത്തിയിട്ടുണ്ട്. ആളുടെ കാറിൽ കയറി നമ്മളിനി നേരെ പോകുന്നത് റൂമിലേക്കാണ്. നമ്മളിപ്പോ മൈസൂർ എത്തി. റെയിൽവേ സ്റ്റേഷനിൽ ഞങ്ങളെ പിക്ക് ചെയ്യാനായിട്ട് ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആളുടെ കെയർ ഓഫിലാണ് ഞങ്ങൾ ഇവിടെ റൂമും എടുത്തിരിക്കുന്നത്. അപ്പോൾ മിക്കവാറും ആള് കാണുമായിരിക്കും നമ്മുടെ കൂടെ ഇവിടെയൊക്കെ ഒന്ന് ചുറ്റി കറങ്ങാനായിട്ട്. അപ്പോൾ അവരൊക്കെ ചെറിയൊരു ഷോപ്പിങ്ങിന് വേണ്ടി പോയിരിക്കുകയാണ്. നമ്മൾ റൂമിൽ എത്തിയില്ല. ലോക്കൽ ട്രെയിനിൽ ഞാൻ ഫസ്റ്റ് ആണ് ഞാൻ ലോക്കൽ ട്രെയിനിൽ ഇങ്ങനെ യാത്ര ചെയ്യുന്നത്. അപ്പോൾ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ആദ്യം ചെറിയ തിരക്കുണ്ടായിരുന്നു, പക്ഷേ പിന്നെ ആ തിരക്കൊക്കെ കുറഞ്ഞു. അങ്ങനെ ഒരു 2 മണിക്കൂറൊക്കെ എടുത്തു. നമ്മളൊരു 6 മണിക്ക് എന്തോ ട്രെയിനിൽ കയറിയതാണ്, 2 അല്ല, അപ്പം 3 മണിക്കൂർ എന്തോ എടുത്തെന്ന് തോന്നുന്നു. 9 മണിക്കാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. ട്രെയിൻ കറക്റ്റ് ടൈമിൽ തന്നെ എത്തി. ഭയങ്കരമായിട്ട് വിശക്കുന്നുണ്ട്. രാവിലെ ഞാൻ ദോശ കഴിച്ചത് മാത്രമേ ഉള്ളൂ. അതിനുശേഷം പിന്നെ ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല. 3 പനീർ ദോശ കഴിച്ചാൽ ഞാൻ 3 പനീർ ദോശയും പിന്നെ 2 കോഫിയും, അതാണ് ഞാൻ രാവിലെ കഴിച്ചത്. അപ്പം അത്ര ഹെവിയായി കഴിച്ചതുകൊണ്ട് കുഴപ്പമില്ലാതെയൊക്കെ പിടിച്ച് നിൽപ്പുണ്ട്. പക്ഷെ ഇപ്പം എനിക്ക് നല്ലപോലെ വിശന്ന് തുടങ്ങി. ഇനിയിപ്പോൾ റൂമിൽ പോയിട്ടേ കഴിക്കോളൂ എന്താണെന്ന് അറിയില്ല. അപ്പോൾ അവരെല്ലാം ചെറിയ ഷോപ്പിങ്ങിന് വേണ്ടി പോയിരിക്കുകയാണ്. 5 മിനിറ്റിനകത്ത് അവർ തിരിച്ചു വരും. ഇനി ഇവിടെ നമ്മൾ നേരെ റൂമിലേക്കാണ് പോകുന്നത്, ഒന്ന് ഫ്രഷ് ആയിട്ട്. പിന്നെ ചിലപ്പോഴും നല്ല ഫുഡ് കഴിക്കാൻ ഇറങ്ങും, പിന്നെ കറങ്ങാനായിട്ടൊക്കെ പോകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും നമുക്ക് കാണാം. നേരെ റൂമിലേക്ക് പോയി ചെക്ക് ഇൻ ചെയ്ത് നമ്മുടെ ലഗേജസ് എല്ലാം അവിടെ വെച്ചതിന് ശേഷം കുളിച്ച് ഫ്രഷായി നേരെ നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് കഴിക്കാം എന്നാണ് ആദ്യം പ്ലാൻ ചെയ്തത്. പക്ഷേ പെട്ടെന്ന് തന്നെ ആ ഒരു തീരുമാനത്തിൽ മാറ്റം വന്നു. ഞാൻ ഉൾപ്പെടെ എല്ലാവർക്കും നല്ലപോലെ വിശന്നു തുടങ്ങി. അതുകൊണ്ട് ഞങ്ങൾ നേരെ പോയത് റെസ്റ്റോറൻറ്റിലേക്കാണ്. ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ മൈസൂരാണ് നിൽക്കുന്നത്. ഇന്നലെ രാത്രി ഞങ്ങൾ മൈസൂർ എത്തിയതിന് ശേഷം പിന്നെ ഫുഡൊക്കെ കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞ് റൂമിലെത്തിയപ്പോൾ ഒരു 12 മണി ഒക്കെ ആയല്ലേ, ഒരു 11 മണിയൊക്കെ കഴിഞ്ഞു. ഏകദേശം നല്ല ലേറ്റായി നമ്മൾ റൂമിലെത്തിയപ്പോൾ. എനിക്ക് നല്ലപോലെ ഒന്നും ഉറങ്ങാൻ പറ്റിയില്ല, ഉറക്കമൊന്നും ശരിയായില്ല. അപ്പോൾ ഇന്ന് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ആദ്യം മൈസൂർ പാലസ് കാണാൻ പോകാനായിട്ടാണ്. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ റെഡിയായി നിൽക്കുകയാണ്. നമ്മുടെ ഫ്രണ്ട്സും കൂടെ വരാനുണ്ട്. പിന്നെ വൈകുന്നേരമായിരിക്കും വൃന്ദാവൻ ഗാർഡൻ കാണാനായിട്ട് വൈകുന്നേരം പോകുമായിരിക്കും. പിന്നെ ഈ 2 ടൈമിൻ്റെ ഇടയിലുള്ള പ്ലാനിങ് ഒക്കെ എങ്ങനെയാണെന്നൊന്നും അറിഞ്ഞുകൂടാ. ആദ്യം നമ്മൾ പോകുന്നത് മൈസൂർ പാലസ് കാണാനാണ്. അപ്പോൾ അത് തന്നെ ഒരു 3-4 മണിക്കൂർ കാണാനുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അതൊരു 10-12 മണിയാവും അത് കണ്ടിറങ്ങുമ്പോൾ. പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല. ഞാനും അനൂപും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല. അവരെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അപ്പം നമ്മുടെ കൂടെ ബാക്കി 3 പേരും കൂടെയാണ് ഉള്ളത്. അങ്ങനെ മൊത്തത്തിൽ 5 പേരാണ് നമ്മൾ മൈസൂർ കാണാൻ വന്നിരിക്കുന്നത്, മീൻസ് ഈ ഒരു ടൂറിൽ ഉള്ളത്. അപ്പോൾ അവർ ബാക്കി 3 പേരും രാവിലെ തന്നെ എഴുന്നേറ്റ് ഇവിടെ അടുത്തൊരു ചെറിയ റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു, വെജിറ്റേറിയൻ. അപ്പോൾ അവിടെ പോയി ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ആ സമയത്ത് നമ്മൾ എഴുന്നേറ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ സമയം അവരുടെ ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങളിപ്പോൾ റെഡിയായി ഇവിടെ നിൽക്കുകയാണ്, അവരിപ്പോൾ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനിടയിൽ വേണമെങ്കിൽ നമുക്ക് പോയി ഒന്ന് കഴിച്ചിട്ട് വരാമെന്നുള്ളതേ ഉള്ളൂ. പക്ഷേ നമ്മൾ മൈസൂർ പോയി അവിടുത്തെ ഒരു വെറൈറ്റിയൊക്കെ കഴിക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെ അപ്പോൾ അവരെല്ലാവരും റെഡിയായി വരട്ടെ. ഇവിടെ നിന്ന് നമ്മൾ ഊബറിലായിരിക്കുമല്ലേ അതിന് പോകുന്നത്? ബുക്ക് ചെയ്താ? ആര് ബുക്ക് ചെയ്ത്? അപ്പോൾ അനൂപ് ഊബർ ടാക്സി ബുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് വന്ന ഉടനെ നമ്മൾ നേരെ മൈസൂർ പാലസിലേക്കാണ് പോകുന്നത്. അതിനിടയിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൂടെ ഒന്ന് കഴിക്കണം. എല്ലാവരും സുഖമായിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നലെ രാത്രി പോയൊരു സ്ഥലമുണ്ട്. അതായത് അങ്ങോട്ട് പോയിട്ട് റൈറ്റോട്ട് പോകുമ്പോഴാണ് ചായക്കട, ഫുള്ള് സ്ട്രീറ്റ് ഫുഡ് തന്നല്ലേ, ഇഷ്ടംപോലെ. ആ ഒരു ഗ്രൗണ്ടിനകത്ത് ഫുള്ള് സ്ട്രീറ്റ് ഫുഡ്. അത് ശരി. പറ്റുമെങ്കിൽ നമുക്കത് ഇന്ന് വൈകിട്ട് സമയം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഫുഡെല്ലാം എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പോവാം. ഇന്നലെ ബാംഗ്ലൂർ പോയപ്പോഴും ഞങ്ങൾ താമസിച്ച സ്ഥലത്തുള്ള സ്ട്രീറ്റ് ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്യണം എന്ന് വിചാരിച്ചാണ് പോയത്. പക്ഷേ നമ്മുടെ പ്ലാനിങ് അങ്ങനെയാണെങ്കിലും പിന്നെ സമയം നമുക്ക് കിട്ടിയെന്ന് വരില്ല. അപ്പോൾ ചിലപ്പോൾ അത് നടന്നൊന്നും വരില്ല. അങ്ങനെയാണ്. സമയം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടേക്ക് ഒന്ന് പോയി നോക്കാം. അനൂപ് രാവിലെ ചായ കുടിക്കാൻ പോയപ്പോൾ കണ്ട്. അപ്പോൾ ഞങ്ങൾ ടാക്സി വന്നിട്ട് അതിൽ കയറിയിട്ട് കാണാം.
ഞാൻ ഒരു കാര്യം കൂടെ പറയണമെന്ന് വിചാരിച്ചതാണ്. ഇന്നലെ രാത്രി നമ്മൾ ഫുഡ് കഴിക്കാൻ പോയ സ്ഥലം എന്ന് പറയുന്നത് ബാംബു എന്ന് പറഞ്ഞൊരു വലിയൊരു റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ. അതായത് ആ റെസ്റ്റോറൻറ്റ് തന്നെ ഒരു 2 ഏക്കറോളം വരും മിക്കവാറും. 2 ഏക്കറോളമൊക്കെ വരും. അതിൽ കുറച്ച് ഭാഗം മീൻസ് കുറേ ഭാഗത്ത് റെസ്റ്റോറൻ്റാണ്. അതിൻ്റെ ബാക്ക് സൈഡിൽ ഒരു ഏക്കറെങ്കിലും വലിയ സ്പേസ് ഉണ്ട്. ആ ഓപ്പൺ സ്പേസിലായിരുന്നാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത്. അതിനകത്തും കഴിക്കാം, റെസ്റ്റോറൻറ്റിനകത്തിരുന്ന് ഫുഡ് കഴിക്കാം. നല്ല തണുപ്പും ചെറിയൊരു നല്ല കാറ്റും ഒക്കെ ആയിരുന്നു അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാനൊക്കെ. ഭയങ്കര ആംബിയൻസ് ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ അവിടെ ഞാൻ റെസ്റ്റോറൻറ്റിൽ കണ്ടൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ റെസ്റ്റോറൻറ്റിൽ നിന്ന് തന്നെ നമുക്ക് കുടിക്കാൻ ആവശ്യമായിട്ടുള്ള ഡ്രിങ്ക്സുകൾ ഓർഡർ ചെയ്യാം. അതായത് ബിയർ അങ്ങനെ ഉള്ള എല്ലാം ആ റെസ്റ്റോറൻറ്റിൽ നിന്ന് തന്നെ ഓർഡർ ചെയ്യാം. അല്ലാതെ വെളിയിൽ നിന്ന് ഇപ്പോൾ ഒരു 10 പേരുള്ള ഗ്യാങ്ങുള്ള ഒരു ഫ്രണ്ട്സ് അവർക്ക് ഒരു സെറ്റ് ബോക്സ് ഡ്രിങ്ക്സ്, അതായത് എന്താണോ ആവശ്യം അത് പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ട് അവിടെ ഇരുന്ന് കഴിക്കാം. പിന്നെ ഫുഡും ഓർഡർ ചെയ്യാം. വളരെ ഓപ്പൺ സ്പേസ്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിച്ചത്, അതിനകത്ത് കുറച്ച് നമ്മുടെ ഈ സ്ട്രീറ്റ് ഡോഗുകളുണ്ടല്ലോ, തെരുവ് നായകൾ, അതൊക്കെ അവിടെ ഉണ്ട്. ഒരുപാടുണ്ടെന്നല്ല, ഒരു കൂടിപ്പോയ ഒരു 4-5 ഉണ്ട്. പ്രത്യേകമുള്ള സ്ഥലമൊക്കെയാണ്. അപ്പോൾ അവന്മാരിങ്ങനെ നമ്മൾ ഈ ഇരിക്കുന്ന ടേബിളിൻ്റെ ഇടയിലൂടെ ഇങ്ങനെയൊക്കെ പോകുന്നുണ്ട്. അപ്പം നമ്മൾ ഫുഡ് കഴിച്ച് കഴിയുമ്പോൾ, ഇപ്പോൾ ചിക്കനൊക്കെ കഴിക്കുമ്പോൾ ബാക്കി വരുന്ന എല്ലൊക്കെ അവന്മാർക്ക് ഇട്ട് കൊടുക്കാം. അതിനൊന്നും യാതൊരു പ്രശ്നവുമില്ല. ഒരു പ്രത്യേകതയുള്ളൊരു സ്ഥലം പോലെ എനിക്ക് തോന്നി. പക്ഷെ അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം ഞാൻ അത്ര ടയേർഡായിരുന്നു. നമ്മൾ നല്ല വിശന്ന് പോയി. ഞാൻ രാവിലെ കഴിഞ്ഞ കുറച്ച് മുമ്പേ നിങ്ങൾ കേട്ട് കാണും, രാവിലെ ഇന്നലെ 3 പനീർ ദോശ കഴിച്ചു. ദോശ എന്ന് പറഞ്ഞാൽ നമ്മുടെ മസാല ദോശ, സാധാരണ ഉള്ള മസാല ദോശ അത്ര വലിപ്പമൊന്നുമില്ല, ചെറിയ ദോശയാണ്. അപ്പോൾ അതുകൊണ്ട് അതൊരു 3 കഴിച്ചു. പിന്നെ പനീറും കൂടെ കഴിച്ചതുകൊണ്ട് അതിന് പ്രോട്ടീനും കൂടെ ആയതുകൊണ്ട് അങ്ങനെ അത്ര വിശന്നില്ല. പക്ഷെ എന്നാലും ഇത്രയും നേരം യാത്ര ചെയ്ത് ഞാൻ അവസാനം 11 മണിയൊക്കെ ആയപ്പോഴാണ് കഴിച്ചത്. അപ്പോൾ അത്രയും ടയേർഡായിപ്പോയി. അതുകൊണ്ട് പിന്നെ ബാക്കി അവിടെ എത്തിയതിന് ശേഷമുള്ള വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് അത്ര വലിയ ആരോഗ്യമൊന്നും തോന്നിയില്ല, ഇൻട്രസ്റ്റ് തോന്നിയില്ല. പക്ഷേ ആ റെസ്റ്റോറൻറ്റ് ഭയങ്കര ഒരു ആംബിയൻസ് ഒക്കെ ഉള്ള സ്ഥലമായിരുന്നു. പിന്നെ വൈകുന്നേരം ആയപ്പോഴുണ്ടല്ലോ ഭയങ്കര തണുപ്പ് തുടങ്ങി. നല്ലൊരു വെതറൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല സ്ഥലമാണത്. അപ്പോൾ അത് ബാംബു എന്നാണ് ആ റെസ്റ്റോറൻറ്റിൻ്റെ പേര്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ അതിന് ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ ലേറ്റായി. പിന്നെ ഉറങ്ങി എഴുതിയിട്ട് ഇപ്പം ഞങ്ങളതാ മൈസൂർ പോകാനായിട്ട് നിൽക്കുന്നു. ഫ്രണ്ട്സ് ഇതുവരെ വന്നില്ല. കുഴപ്പമില്ല, നമുക്ക് വെയിറ്റ് ചെയ്യാം. നല്ല രസമുണ്ട് ഇവിടെ നിൽക്കാൻ. ഇവിടെ വെയിൽ എപ്പോഴെപ്പോഴും വരുന്നുണ്ടെങ്കിലും ഫുൾ ടൈം തണുപ്പാണ് ഫീൽ ചെയ്യുന്നത്. നല്ല ബ്രീസ്, നല്ല കാറ്റുണ്ട്. പിന്നെ ഇന്നലെ റെസ്റ്റോറൻറ്റിൽ ഇരുന്നപ്പോഴും ചെറുതായിട്ടൊരു ഡ്രിസിൽ പോലെ ചെറിയ ചാറ്റൽ മഴ ഉണ്ടായിരുന്നു. അങ്ങനെ ഉറച്ചൊന്നുമില്ല, മഴ ഉറച്ച് പെയ്തൊന്നുമില്ല. ക്ലൈമറ്റൊക്കെ കൊള്ളാം, അടിപൊളിയാണ്. ബാംഗ്ലൂർ വെച്ച് ഊബർ ബുക്ക് ചെയ്തപ്പോൾ മിനിമം ഒരു 10 മിനിറ്റെങ്കിലും എടുക്കും നമുക്ക് വണ്ടി കിട്ടാനായിട്ട്. പക്ഷേ ഇവിടെ അങ്ങനെ അല്ലാന്ന് തോന്നി. ചിലപ്പോൾ രാവിലെ ആയതുകൊണ്ടും അധികം തിരക്കില്ലാത്തൊരു ഏരിയ ആയതുകൊണ്ടും ആയിരിക്കും നമ്മൾ ഊബർ ടാക്സി ബുക്ക് ചെയ്ത ഉടനെ തന്നെ, അതായത് ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് വണ്ടി കിട്ടി. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ നേരെ മൈസൂർ പാലസിലേക്കാണ് പോകുന്നത്. നമ്മുടെ ഫ്രണ്ട്സുമായിട്ടൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ട് ആ ട്രിപ്പിൻ്റെ ആദ്യത്തെ ദിവസം നമുക്ക് തോന്നുന്ന ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടല്ലോ, അതാണ് എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നത്. ഈ ഒരു മൊമെൻറ്റിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ ഞാൻ ഭയങ്കര സന്തോഷത്തോടെയാണ് എണീറ്റത്. സാധാരണയായി എങ്ങോട്ടെങ്കിലുമൊക്കെ പോകുമ്പോൾ ഒന്ന് റെഡിയായി വരാനായിട്ട് എനിക്ക് നല്ല സമയമെടുക്കും. എല്ലാ കാര്യങ്ങളും പതുക്കെ ചെയ്താണ് ഞാൻ റെഡിയാവുന്നത് തന്നെ. പക്ഷേ ഇന്ന് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. എക്സൈറ്റ്മെൻറ്റ് കാരണമായിരിക്കും എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് തന്നെ നടന്നു. ഞാനാണ് ഏറ്റവും ആദ്യം റെഡിയായത്. പറഞ്ഞിട്ട് വരാം. ഓ ഇങ്ങി വരൂലല്ലേ? ഞങ്ങളങ്ങനെ പാലസിന്റെ ഫ്രണ്ടിലെത്തി. ഓപ്പൺ ആയിട്ടില്ല എന്നാണ് പറയുന്നത്. പിന്നെ ഇതിന്റെ ഫ്രണ്ടിലായിട്ടൊരു കുതിര സഫാരി ഉണ്ട്. അതൊരു അരമണിക്കൂറുള്ള കുതിര സഫാരിയാണ്. ഒരാൾക്ക് 100 രൂപയേ ഉള്ളൂ. ഇതിൽ ഞാൻ കയറിയിട്ടില്ല, പക്ഷെ എനിക്ക് കയറാനും മനസ്സ് തോന്നില്ല, എന്നാൽ കയറാൻ ഇൻട്രസ്റ്റും ഉണ്ട്. നോക്കാം. कितना भैया? बहुत अच्छा है. 180 तो सादा है. 150 दे ऐसा भी है. 150 दे बंगड़ी भी है ना. മാലകളൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. बंगड़ी देंगे. कितना? 200 दोनों. नो दोनों 200 नहीं, 50 50 है ना. 50 में दे दूंगी. कांच का चूड़ी. ये माला पकड़ो, ये चेन पकड़ो, ये भी पकड़ो.
നോക്കാം. നല്ല മണമുണ്ട്. നല്ല മണമുണ്ട്. പെർഫ്യൂമാ? വീണേനെ. നാച്ചുറൽ. ഞങ്ങളിപ്പോ പാലസിന്റെ ഫ്രണ്ടിലെത്തിയേ. ഇവിടെ ക്യൂ നിൽക്കണം, ഒരുപാട് ക്യൂ ഉണ്ട്. ആ ബാക്കില് വരാം ചേട്ടാ, വരാം. ഞങ്ങൾ ഇവിടെ ടിക്കറ്റ് എടുക്കുന്നതേ ഉള്ളേ. അപ്പോൾ ഇതിന് ഇവിടെ ഫ്രണ്ടിലായിട്ട് ഷോപ്പൊക്കെ ഓപ്പണായി വരുന്നതേ ഉള്ളൂ. പറ്റുമെങ്കിൽ കുറച്ചൊക്കെ വാങ്ങണം എന്നുണ്ട്. ബാർഗെയിൻ ചെയ്യാം. 250 രൂപ. ഇപ്പൊ 100 രൂപ. 50 രൂപയ്ക്ക് ഈശ്വരി വാങ്ങാൻ പോണ്. ഓ, ഇവിടുന്ന് കയറിയിട്ട് അപ്പുറ സൈഡിലൂടെയാണ് ഇറങ്ങുന്നത് തന്നെ. അതുകൊണ്ടാണ് അവർ പുറകെ നടക്കുന്നത്. സമയം ഇപ്പോൾ 10 മണി ആയതേ ഉള്ളൂ. ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ഞങ്ങൾ ക്യൂ നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ട് ക്യൂ നിൽക്കുകയാണ്. ഈ സമയത്തും ജസ്റ്റ് ഓപ്പൺ ആവുന്നേ ഉള്ളൂ. ആൾക്കാർ നല്ല പോലെ കൂടുന്നുണ്ട്, നല്ല തിരക്കുണ്ട്. ചെറിയൊരു മഴയും തുടങ്ങി. അപ്പം ഞങ്ങൾ വിചാരിച്ചു എന്തായാലും സമയം എടുക്കുമല്ലോ. അപ്പം ഞങ്ങൾ രണ്ടുപേരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോകുന്ന വിചാരിച്ചു. ഇവിടെ അടുത്ത് ഒരു വെജിറ്റേറിയൻ ഹോട്ടലുണ്ടെന്ന് പറയുന്നു. അപ്പോൾ അവർ ടിക്കറ്റ് എടുത്ത് വന്നിട്ട് നമ്മൾ ഒരുമിച്ച് പിന്നെ ഫുഡ് കഴിക്കാനായിട്ട് പോകും. അപ്പോഴത്തേക്ക് ഇതിൻ്റെ ബാക്കിൽ കണ്ടോ കുറച്ച് സെല്ലേഴ്സ് നിൽക്കുന്നുണ്ട്. കുറച്ച് ആൾക്കാർ, കുറച്ച് ചെറിയ ചെറിയ കടകളില്ലേ. അപ്പോൾ അവിടെയൊക്കെ എന്തുണ്ടെന്ന് നമുക്ക് നോക്കാം. ഈ കൊക്കിൻ്റെ ഇത് കണ്ട, ഇത് കുറച്ച് ക്യൂട്ടായിട്ട് എനിക്ക് തോന്നുന്നു. നല്ല രസമുണ്ട്. ഭയ്യ കിത്തനായ ഭയ്യ? ഏ हाँ 950 पेयर. एक पेयर? एक पेयर 950. छोटा वाला 650 और छोटा वाला 450. ऐसा अलग अलग साइज है. ओ പാലസിന്റെ ये कितना होता? ये कितना है? छोटा भी? छोटा 1600. My God. എല്ലാം ഭയങ്കര കത്തി വിലയാണ് പറയണത്. നോക്കാം. അതിന്റെ ഫ്രണ്ടിലാണ് നിൽക്കണേ. അപ്പം അതിന്റെ ഫ്രണ്ടിൽ നോക്ക്, എന്താണോ എന്തെങ്കിലും വിശ്വാസമായിരിക്കും. പാലസിൻ്റെ മുന്നിൽ നിന്ന് ഒരു 200 മീറ്റർ നമ്മൾ മുന്നോട്ട് നടന്നപ്പോൾ ഇവിടെ ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് കണ്ടു. എന്നാൽ പിന്നെ ഇവിടെ നിന്ന് നമുക്ക് ഫുഡ് കഴിക്കാം. ദോശ കഴിക്കാൻ വന്നയാണോ? അഴിച്ചുവിട്ടിരിക്കുകയാണ്. ഒരു ദോശ ഓർഡർ ചെയ്തു. ഇഡ്ഡലിയും കൊണ്ടുപോയി. ദോശ ആരും കഴിക്കുന്നില്ല. വിശാലമായൊരു കോഫി കുടിക്കാമെന്ന് പറഞ്ഞാണ് വന്നത്. പക്ഷേ കോഫി തന്ന ഗ്ലാസിൻ്റെ വലുപ്പം കണ്ടപ്പോൾ ഞാൻ തന്നെ ഒന്ന് ഞെട്ടിപ്പോയി. ആദ്യമേ പേയ്മെൻറ്റ് ചെയ്തതുകൊണ്ട് ഇനി ഒന്നുകൂടെ എന്തായാലും കോഫി വാങ്ങുന്നില്ല. നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നടക്കുകയാണ്. നമ്മളിപ്പോൾ കയറിയത് ഉടുപ്പി എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റിലാണേ. അവിടുത്തെ ഫുഡ് അടിപൊളിയാണ്, റേറ്റും കുറവാണ്. അപ്പം മൈസൂർ പാലസ് കാണാൻ വരുമ്പോൾ ഫുഡ് കഴിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ, അതും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ പാലസിന് ഓപ്പോസിറ്റ് ഉള്ള റോഡ് നേരെ നടന്നു കഴിഞ്ഞാൽ ഒരു അമ്പലം വരും. ആ ചെറിയ അമ്പലത്തിനടുത്തായിട്ട് ഉടുപ്പി റെസ്റ്റോറൻ്റ് ഉണ്ട്. അവിടെ പോയാൽ ഞങ്ങൾ നേരെ പാലസിലോട്ട് പോവാണേ. ഇതാണ് പാലസിൻ്റെ ഫ്രണ്ട് പോർഷൻ, എൻട്രൻസ്. ആ പറഞ്ഞ കാര്യത്തിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഈ കൊട്ടാരത്തിന് 8 എൻട്രൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. അതിലൊരെണ്ണം ഏറ്റവും പ്രധാനപ്പെട്ടതും. എല്ലാ എൻട്രൻസും ഓപ്പൺ ആണോ എന്നറിയില്ല. പക്ഷേ നമ്മൾ ഈ കൊട്ടാരത്തിലേക്ക് കയറിയത് ഈ എൻട്രൻസിലൂടെയാണ്. അവിടെ കൊടുത്തിരിക്കുന്ന ടിക്കറ്റിൻ്റെ റേറ്റും സമയവും എല്ലാം ആണ് ഇപ്പോൾ നിങ്ങളീ കാണുന്നത്. ഇവിടെ നിന്ന് നമുക്ക് നമ്മുടെ ബാഗ് സ്കാൻ ചെയ്ത് വാങ്ങണം. ഓക്കെ. എൻ്റെ ദൈവമേ, ഇതാണ് പാലസ് കേട്ടോ. എൻ്റെ അമ്മ എന്തൊരു ഗ്ലാമർ വേണം. ഇതാര് ബാക്ക് ഫ്രണ്ടിൽ കുത്തിയിരിക്കുന്നത്. എൻ്റെ അമ്മ അടിപൊളി. ഒരു ജോധ അക്ബർ വൈബ്. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു പാലസിലൊക്കെ കയറുന്നത് കേട്ടോ. അടിപൊളി, ഒരു രക്ഷയില്ല. ഈ പാലസിൻ്റെ എൻട്രൻസിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് ഇവിടെ ഒരു പത്മനാഭസ്വാമി ടെമ്പിളുണ്ട്. പത്മനാഭസ്വാമി അല്ല, ശ്രീ ശ്വേതവരാഹസ്വാമി ടെമ്പിളുണ്ട്. അവിടെ കയറുന്നില്ല എന്തായാലും. ഈ പുറത്തു നിന്ന് ഫോട്ടോ എടുക്കാൻ തുടങ്ങി കഴിഞ്ഞ് ഇവിടെ മാത്രമേ അങ്ങനെ നിൽക്കുള്ളൂ കേട്ടോ. നമ്മൾ അകത്തോട്ടൊന്നും അവസാനം കയറില്ല. ഇതുവരെ ഞങ്ങൾ അകത്ത് കയറിയില്ല. നല്ല രസമുണ്ട്. ഇവിടെ ഓരോ ഫ്രെയിമും ഫോട്ടോ ഫ്രെയിമാണ് സത്യം പറഞ്ഞാൽ. പിന്നെ ഫോട്ടോസ് എടുത്തു തരാൻ ആളുണ്ട്. അതിന് 100 രൂപയാണ് ചാർജ് വരുന്നത്.
ഇതിന് ചുറ്റും കാണാൻ നല്ല രസമുണ്ട്. ഈ കാണുന്ന ഒരു എൻട്രൻസ് ഉണ്ടല്ലോ, ഈ എൻട്രൻസ് ആണ്, ഈ കാണുന്ന എൻട്രൻസ് ആണ് ഇതിൻ്റെ മെയിൻ എൻട്രൻസ്. ഇത് ഫുൾ ഒരു 10-15 ഏക്കർ കാണും മിക്കവാറും. ഞങ്ങൾ ഇതുവരെയും അതിനകത്ത് കയറിയില്ല. ഇവിടെ നമുക്ക് നമ്മുടെ ബാഗും വെക്കണം, അതുപോലെ നമ്മുടെ ചെരുപ്പും കൊടുക്കണം. അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടി നിൽക്കുകയാണേ. പൈസ കൊടുക്കണത്. അകത്ത് കയറിയിട്ട് വീണ്ടും ഒന്നുകൂടെ ഇതുപോലെ നമ്മുടെ ബാഗ് ചെക്ക് ചെയ്യുന്നതായിരിക്കും. കൊട്ടാരത്തിനകത്തുള്ള കാഴ്ചകളെല്ലാം കണ്ടു തുടങ്ങുന്നത് ഈ ഒരു സ്ഥലം മുതലാണ്. ഇവിടെ ഒരാളിരിപ്പുണ്ട്. ആള് നമ്മുടെ ടിക്കറ്റ് എല്ലാം വെരിഫൈ ചെയ്യാനാണ് ഇരിക്കുന്നത്. നമ്മളെടുത്ത ടിക്കറ്റ് എല്ലാം അദ്ദേഹത്തെ കാണിച്ച് വെരിഫൈ ചെയ്തതിന് ശേഷം നമ്മളെ കൊട്ടാരത്തിനകത്തേക്ക് കയറ്റിവിടും. അതിനുശേഷം അകത്തേക്ക് കയറുമ്പോൾ നമ്മൾ കാണുന്ന ആദ്യത്തെ കാഴ്ച ഇതാണ്. എന്താണെന്ന്, അതായത് ഇത് വുഡൻ പാലസ് ആണ്. ദിസ് ഈസ് ദ മോഡൽ ഓഫ് ദ ഓൾഡ് വുഡൻ പാലസ് ബിൽറ്റ് ബൈ കൃഷ്ണരാജ വാദിയ. ഈ ഒരു സെക്ഷനിൽ കൊട്ടാരവുമായി ബന്ധപ്പെട്ട ഒരുപാട് ആളുകളുടെ ഫോട്ടോസാണ് വെച്ചിരിക്കുന്നത്. രാജാവ്, രാജ്ഞി, അങ്ങനെ തുടങ്ങി കൊട്ടാരവുമായി ബന്ധമുള്ള ഒരുപാട് വ്യക്തികളുടെ വലിയ വലിയ ഫോട്ടോസും അതിന് താഴെ അവരുടെ പേരും മെൻഷൻ ചെയ്തിട്ടുണ്ട്. എനിക്കങ്ങനെ ആരൊക്കെയാണെന്നൊന്നും മനസ്സിലായിട്ടില്ല. എന്നാലും എല്ലാവരും കണ്ടിങ്ങനെ പോകുന്നത് പോലെ ഞാനും കണ്ടുപോവാണ്. അടുത്തതായി നമ്മൾ കയറുന്നത് ഒരു ചെയർ റൂമിലേക്കാണ്. ഇവിടെ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഈ കാണുന്നതെല്ലാം സിൽവർ ചെയേഴ്സ് ആണെന്ന്. എനിക്ക് തോന്നുന്നത് പണ്ട് രാജാക്കന്മാരൊക്കെ ഇരുന്ന് രാജസിംഹാസനങ്ങളൊക്കെ ആയിരിക്കാം. ഇതെൻ്റെ ഒരു ഊഹം മാത്രമാണ്, കറക്റ്റ് ആണോന്നൊന്നുമില്ല. അടുത്ത സെക്ഷനിലേക്ക് കയറുമ്പോൾ നമ്മൾ കാണുന്നത് വലിയ വലിയ വാൾ പിക്ചേഴ്സാണ്. ഇത് പെയിൻറ്റിങ്സ് അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇവരുടെ ആർമിയുടെയും സോൾജേഴ്സിൻ്റെയൊക്കെ ഒരു വലിയ ഗ്രൂപ്പിൻ്റെ പിക്ചേഴ്സാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അടുത്ത സെക്ഷനിലേക്ക് വരുമ്പോൾ ഇവിടെ മുഴുവനായിട്ടും ഇങ്ങനെ കാണുന്നത് ചെറിയ ചെറിയ പെട്ടികളാണ്. ആദ്യം ഞാനിത് കണ്ടപ്പോൾ ഞാൻ കരുതി ആഭരണം വെക്കുന്ന പെട്ടികൾ മാത്രമായിരിക്കും എന്നാണ്. പക്ഷെ അത് മാത്രമല്ല, ഇത് കാസ്കറ്റ്സ് ആണ്. അതായത് വിലപിടിപ്പുള്ള സാധനങ്ങളെ സെക്യൂർ ചെയ്ത് വെക്കുന്ന ഒരു ബോക്സ് ആണ്. ആഭരണങ്ങൾ മാത്രമല്ല, ഇവർ അയൽ രാജ്യങ്ങളിലൊക്കെ സന്ദർശിക്കാൻ പോകുമ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന മൊമെൻറ്റംസ്, അപ്പീൽസ്, ഇൻവിറ്റേഷൻസ് ഇതെല്ലാം ഇങ്ങനെയുള്ളൊരു ബോക്സിനകത്താണ് വരുന്നത്. അതാണ് ഈ കാണുന്നത്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഒരു കൊട്ടാരത്തിലേക്ക് കയറുമ്പോൾ അവിടുത്തെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഇതുപോലുള്ള സ്ഥലങ്ങൾ കാണാനാണ്. അത് നമുക്ക് ആദ്യം ഒന്ന് കണ്ടു നോക്കാം. ഹിസ്റ്ററിക്കലായിട്ടുള്ള മൂവീസിലൂടെയും പ്രത്യേകിച്ച് സഞ്ജയ് ലീല ബൻസാലിയുടെ സിനിമകളിലൂടെ മാത്രമാണ് ഇതുപോലെ മനോഹരമായിട്ടുള്ള കൊട്ടാരവും അതിനകത്തുള്ള മനോഹരമായിട്ടുള്ള കാഴ്ചകളും കണ്ടിട്ടുള്ളൂ. ഇതിപ്പോൾ എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ അനുഭവമാണ്. എന്ത് ഭംഗിയെന്ന് നോക്ക്. അടുത്തതായി നമ്മൾ കാണുന്നത് ഇതിലും മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. എനിക്ക് തോന്നുന്നത് ഇതെല്ലാം കൊട്ടാരത്തിൻ്റെ നൃത്തശാലകളായിരിക്കാം, അല്ലെങ്കിൽ ഓഡിയൻസ് ചേംബേഴ്സ് ആയിരിക്കാം. ഇതിൻ്റെ കറക്റ്റ് പേരുകളൊന്നും എനിക്ക് പറയാൻ അറിയില്ല. പക്ഷേ എന്തായാലും ഈ സ്ഥലങ്ങളിൽ എത്തുമ്പോഴാണ് ഫോട്ടോസൊക്കെ എടുക്കാൻ നല്ലപോലെ തിരക്ക് വരുന്നത്. ഈ കാണുന്നത് ഒരു വലിയ ഗാലറിയാണ്. ഇതിൻ്റെ മുന്നിൽ നേരെയായി കാണുന്നതാണ് ഈ കൊട്ടാരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട എൻട്രൻസ്. അതുവഴി ആളുകളെ കടത്തിവിടുന്നുണ്ടോ എന്നെനിക്കറിയില്ല. നമ്മൾ വന്നത് മറ്റൊരു എൻട്രൻസിലൂടെയാണ്. അങ്ങനെ ഏകദേശം നമ്മൾ കൊട്ടാരത്തിൻ്റെ എല്ലാം തന്നെ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഈ പാലസ് കംപ്ലീറ്റ് കണ്ടിറങ്ങി. ഒരുപാട് കാണാനുണ്ടോ എന്ന് ചോദിച്ചാൽ കുറച്ചുണ്ട്.
പിന്നെ അതുപോലെ ഈ വലിയ വലിയ ഹോളുണ്ടല്ലോ, നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ രാജാക്കന്മാർ നടുക്കിരിക്കും, പിന്നെ ബാക്കിയുള്ള ആൾക്കാരൊക്കെ സൈഡിലൊക്കെ ഇരിക്കും, അങ്ങനെ പോലത്തെ വലിയ വലിയ ഹോളുണ്ടല്ലോ, അതൊക്കെ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. സംഭവം നമ്മൾ ഇവിടെയാണ് വന്നിറങ്ങുന്നത്. ഇവിടെ വന്നിറങ്ങുന്ന ഈ സ്ഥലം എന്ന് പറയുന്നത് നമ്മളിതാ ഇവിടെയാണ് നമ്മുടെ ചെരുപ്പ് കൊടുത്തത്. അപ്പോൾ അവിടെ നമ്മൾ വന്നിറങ്ങും. ഇവിടുന്ന് ചെരുപ്പ് കളക്ട് ചെയ്തിട്ട് നമ്മൾ നേരെ എങ്ങോട്ടാണ് പോണേന്ന് അറിഞ്ഞുകൂടാ. പാലസിന്റെ വെളിയിൽ ഇറങ്ങണ്ട, നമ്മൾ ആ കൊട്ടാരം കണ്ട് ആ കൊട്ടാരത്തിന്റെ പുറത്ത് ഇറങ്ങുമ്പോൾ തന്നെ സൈഡിലായിട്ട് ഒരുപാട് കടകളുണ്ട്. അപ്പൊ അവിടോട്ടാണ് നമ്മളിനി പോകുന്നത്. എന്തെങ്കിലുമൊക്കെ വാങ്ങി കുടിക്കണം, കഴിക്കണം, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ നമുക്കിവിടെ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. ആദ്യം ഒരു ചോക്കോബാർ കഴിക്കാം കേട്ടോ മുത്തേ. ഈ കീ ചെയിനിന് 60 റുപ്പീസാണ്. 60 റുപ്പീസ്. നല്ല ഭംഗിയുണ്ട്. എത്ര? 60. ഇത് അതൊക്കെ 60 തന്നെ. മരം ഉണ്ടാക്കിയത്. ഇതൊക്കെ 150 മോളെ. അത് ഹലോ, ഇതിന്റെ റേറ്റ് എങ്ങനെ? ഏതാ മോളെ? ഇതൊക്കെ 150. 80 അല്ല 50. ക്വാളിറ്റിയുടെ ഐസ്ക്രീം കഴിക്കട്ടെ. നമ്മളിപ്പോ ഈ പാലസ് കണ്ട് ഇറങ്ങി. ഇതാണ് നമ്മള് കയറിയ എൻട്രൻസ് കൂടെയാണ്. ഇതുവഴിയാണ് നമ്മൾ കയറിയത്. അപ്പോൾ ഇറങ്ങിയ സമയമായപ്പോൾ ഇവിടെ കംപ്ലീറ്റ് ഈ കച്ചവടക്കാരേ ഉള്ളൂ. ആ സൈഡിലൊക്കെ കംപ്ലീറ്റ് കച്ചവടക്കാരാണ്. കമ്മല്, അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഉണ്ട്. ഫുഡുണ്ട്. ഇവിടെ എല്ലാം ഫുഡ് ഐറ്റംസ് ആണ്. മാങ്ങ, അത് ഇത്, പൈനാപ്പിള്, പപ്പായ, പിന്നെ വെള്ളരിക്ക, പാനിപൂരി, കരിമ്പിൻ ജ്യൂസ്, കരിക്ക്, അങ്ങനെ ഈ റോഡ് മറ്റം വരെ കാണുമായിരിക്കും. അവിടം വരെയും കച്ചവടക്കാരാണ്. ഇവിടെയൊക്കെ കംപ്ലീറ്റ് കച്ചവടക്കാരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. നമ്മളിനി ഫുഡ് കഴിക്കാൻ പോകാമെന്ന് വിചാരിക്കുന്നത്. അവരെല്ലാവരും അവിടെ നിൽക്കുകയാണ്. എന്തോ ബുക്ക് ചെയ്യണം തോന്നുന്നു. എനിക്ക് വാങ്ങിച്ച് കഴിക്കണമെന്നുണ്ട്, പക്ഷേ നല്ല നീറ്റുമാണ്. ഇനി ഇൻകേസ് ഫുഡ് പോയ്സൺ എല്ലാം അടിച്ചു കഴിഞ്ഞാലേ നമുക്ക് നാളെ ഒരു ദിവസവും കൂടെ നിൽക്കേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ടുള്ളൊരു പേടി മാത്രമേ ഉള്ളൂ. അതൊന്നും ഞാൻ കഴിക്കില്ല. എനിക്ക് കണ്ടിട്ട് നല്ല പോലെ കൊതി വരുന്നുണ്ട് മാങ്ങ കഴിക്കാനായിട്ട്. പാലസ് കാണാൻ വന്നൊരു ഹസ്ബൻഡും വൈഫും അവരുടെ പെറ്റ്സിനെ ഒരു ബാഗിലാക്കി അവർ നടക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ഇങ്ങനെ കൂടെ കൊണ്ട് നടക്കുകയാണ്. അതാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഞങ്ങളങ്ങനെ പാലസ് കംപ്ലീറ്റ് കണ്ടിറങ്ങി. ഞങ്ങളോട് ആരൊക്കെയോ പറഞ്ഞത് ഒരു 3 മണിക്കൂറെങ്കിലും പാലസിനകം കംപ്ലീറ്റ് കാണാനായിട്ട് സമയം എടുക്കും എന്നാണ്. പക്ഷേ 1.5 മണിക്കൂറിനകത്ത് തന്നെ നമ്മളെല്ലാം കണ്ടിറങ്ങി. കാരണം പാലസിനകത്ത് ഒരുപാട് സ്ഥലങ്ങളിലേക്ക് ആളുകളെ പ്രവേശിപ്പിക്കുന്നുണ്ടായിരുന്നില്ല. ഒരുപാട് സ്ഥലങ്ങളൊക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ അതൊക്കെ കൊണ്ടായിരിക്കും നമ്മളൊരു 1.5 മണിക്കൂറിനകത്ത് തന്നെ ഇത് മുഴുവനും കണ്ടിറങ്ങിയത്. പക്ഷെ മുന്നേ ഇവിടെ പോയിട്ടുള്ള ആളുകളൊക്കെ പറഞ്ഞത് മുഴുവൻ സ്ഥലവും കണ്ടിറങ്ങാനായിട്ട് 3 മണിക്കൂർ എടുക്കും എന്നാണ്. സമയം ഇപ്പോൾ 1:30 ആയിട്ടുണ്ട്. നല്ല വിശപ്പും തുടങ്ങി. അടുത്ത സ്ഥലം കാണുന്നതിന് മുന്നേ നമുക്ക് എന്തായാലും ലഞ്ച് കഴിച്ചിട്ട് പോവാം. ആദ്യം ഞങ്ങൾ പോയത് പാർക്ക് ലൈനിലാണ്. അവിടെ നല്ല തിരക്കായതുകൊണ്ട് തൊട്ടടുത്തുള്ള റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ ലഞ്ച് കഴിക്കാനായിട്ട് വന്നത്. അങ്ങനെ മെനു എല്ലാം അരിച്ചു പറക്കി നമ്മൾ ഓരോരുത്തരും ഓരോ ഫുഡ് ഓർഡർ ചെയ്യാമെന്ന് കരുതി. ഒരാൾ ഓർഡർ ചെയ്തത് ആന്ധ്ര സ്പെഷ്യൽ താലി മീൽസ് ആണ്. എനിക്കൊരു കാര്യം മനസ്സിലാവാത്തത്, നമ്മളിപ്പോൾ കർണാടകയിലല്ലേ നിൽക്കുന്നത്, ഇവിടെ എങ്ങനെ ആന്ധ്ര സ്പെഷ്യൽ താലി മീൽസ് വന്നു? ബാക്കിയെല്ലാം വെള്ളം.
ഇത് ആന്ധ്ര സ്പെഷ്യൽ താലി മീൽസ് ആണ്. നമ്മൾ കൊടുത്ത ആ റേറ്റിന് വർത്ത് ചെയ്യുന്ന ഒരു സാധനങ്ങളും ഇതിലില്ല, ഒരു ടേസ്റ്റും ഇല്ല. ഫ്രണ്ടിലിരിക്കുന്ന പാത്രത്തിൽ കംപ്ലീറ്റ് വെള്ളമാണ് നിറച്ച് വെച്ചിരിക്കുന്നത്. 2 പാത്രങ്ങളിലായിട്ട് ഒന്ന് തൈരും ഒന്ന് മോരും, ഒരെണ്ണത്തിൽ രസവും. മറ്റേ കറി ഏതെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പോലും പറ്റുന്നില്ല. അതുകൊണ്ട് അത് ഫ്ലോപ്പായി. മീൽസ് അല്ലാതെ കുറച്ച് ചൈനീസ് ഐറ്റംസും ചിക്കൻ ബിരിയാണിയൊക്കെ ഓർഡർ ചെയ്തതുകൊണ്ട് തൽക്കാലം നമ്മൾ രക്ഷപ്പെട്ടു. ഇത് ചില്ലി ഗോപിയാണ്. ഇത് നല്ല ടേസ്റ്റ് ആയിരുന്നു. അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഞാൻ വെജ് ഫ്രൈഡ് റൈസും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാരണം നല്ല ടേസ്റ്റുള്ള ഫുഡൊക്കെ കഴിക്കാനും സാധിച്ചു. ചിക്കൻ ബിരിയാണിയും അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. हमको रेट पता है इस प्लेस के ಎಷ್ಟಕ್ಕೆ ಕೇಳಿ ನೋಡಿ ರೆಸ್ಟೋರೆಂಟ್ ಹೇಳ್ತಾರೆ 10 200 ರೂಪಾಯಿ ಕಡಿಮೆ ಬರ್ತದೆ ನಾನು. ഫുഡ് കഴിച്ചതിന് ശേഷം ഇങ്ങനെ കാറിൻ്റെ ബാക്ക് സീറ്റിൽ ചാരിയിരുന്ന് കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ യാത്ര ചെയ്തപ്പോൾ നല്ലപോലെ ഉറക്കം വരുന്നുണ്ടായിരുന്നു. ബാക്കി എല്ലാവരും ഡ്രൈവർ ചേട്ടനോട് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയാണ്. അറിയാന്നുള്ള ഭാഷയിലും അറിഞ്ഞൂടാത്ത ഭാഷയിലൊക്കെ അടുത്തായുള്ള ടൂറിസ്റ്റ് പ്ലേസുകൾ ഏതൊക്കെയാണെന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കുകയാണ്. അവരെല്ലാവരും സംസാരിക്കുന്നത് ഇങ്ങനെ കേട്ട് കേട്ട് പതുക്കെ പതുക്കെ ഞാനും ഇങ്ങനെ ഉറങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ്. എന്തായാലും അടുത്ത സ്ഥലത്ത് എത്തുന്നത് വരെ നമുക്ക് ഉറങ്ങാനായിട്ട് നല്ലപോലെ സമയമുണ്ട്. അവരെല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കട്ടെ. നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാം.